കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രൂപ കല്യാണിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നാളെ നീ പോവല്ലേ, ഒരു കാര്യം ചെയ്യേ, ഇന്ന് ഇങ്ങോട്ട് പോരെ, വൈകുന്നേരം ഇവിടെ തങ്ങാം, രാവിലെ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ കല്യാണി ശരിയമ്മയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. പിന്നീട് കിരണിനോട് പറഞ്ഞു, വൈകുന്നേരം അങ്ങോട്ട് ചെല്ലാനാ പറഞ്ഞേ. എന്നാ ശരി, വൈകുന്നേരം എന്തിനാക്കണേ, ഇപ്പൊ തന്നെ നമുക്ക് പോയേക്കാന്ന് പറയണം. അങ്ങനെ അവര് രൂപയുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയത്ത് പ്രകാശൻ നേരെ കാർത്തികയുടെ അരിയിലേക്ക് വരുവാണ്. പ്രകാശനെ കണ്ടതും കാർത്തിക പറഞ്ഞു, ബാ അച്ഛ ഇരിക്ക, അല്ല ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടും പൂജയൊക്കെ നടത്തിയെന്ന് ചോദിക്കും. നടത്തി മോളെന്ന് പറയാണ്. ദേ പ്രസാദം ഇന്നാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് കാർത്തികയുടെ ഇലയ്ക്ക്. കാർത്തിക അത് വാങ്ങിച്ച് തുറന്നു പോയി കഴിഞ്ഞപ്പോഴോ ലക്ഷ്മി ഉത്രട്ടാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തേൽ എഴുതിയിട്ടുണ്ടോ. ഓഹോ, അപ്പ അമ്മയുടെ പേരിലും അച്ഛനെ കഴിപ്പിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. അത് മോളെ കഴിപ്പിച്ചെന്ന് പറയാം. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു അച്ഛൻ അമ്മയുടെ നാളെ ചോദിച്ചേ, എനിക്കതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറയണം. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഭയങ്കര സന്തോഷിക്കുമെന്ന് അറിയാം. പ്രകാശൻ നിലത്തുനിന്ന് ഒരടിയും കൂടെ അങ്ങോട്ട് പൊങ്ങി. പിന്നീട് പറഞ്ഞു, മോള് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എനിക്കൊരു കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ, അതുകൊണ്ട് ഞാൻ മോള് പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികളുടെ കാല് കഴി ആ വെള്ളം കൊണ്ട് മുഖമൊക്കെ കഴിയെന്ന് പറയാം. നല്ല കാര്യം അച്ഛാ, എല്ലാ മാസം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാന്ന് പറയാം. എല്ലാ മാസം ചെയ്യണോ അത്? അതെ അച്ഛാ, അതൊരു പുണ്യപ്രവൃത്തിയും കൂടെയാ, നമുക്ക് ഐശ്വര്യം സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകുമെന്ന് പറയാം. മോള് പറഞ്ഞ പിന്നെ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേന്ന് പറയാ. അല്ല മോളുടെ അമ്മ വല്ലതും വിളിക്കാൻ പറ്റോ ചെയ്തോ? ഇല്ല, വിളിച്ചില്ല. അല്ല ഈയെങ്ങനെ വരുമോ മറ്റോ? അല്ല അമ്മയ്ക്ക് അവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ പ്രസാദം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ അമ്മേനെ ഇടയ്ക്ക് വിളിച്ചോളാം, എങ്ങനെയെങ്കിലും അമ്മയുടെ അടുത്ത് ഈ പ്രസാദം എത്തിച്ചോളാം എന്ന് പറയാം. അല്ല ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ വരുവാണെങ്കിൽ അമ്മേനെ ഒന്ന് കാണായിരുന്നു, അതുകൊണ്ടായിരുന്നു പറയാം. ഇത് കേട്ടതും കാർത്തിക് ഉള്ളിച്ചിരിച്ചു. കാണൂടാ, നീ ഒരു ദിവസം കാണും, നല്ല ഒന്നാം തരം കാഴ്ചയായിരിക്കും ആ കാണാൻ പോകുന്നത്. ആ ദിവസത്തിന് വേണ്ടിയിട്ടാ ഞാനും അമ്മയും വർഷങ്ങളായിട്ട് 14 വർഷമായിട്ട് കാത്തിരുന്നേ, അറിയാവോ? നീ കാണാൻ പോകുന്നുള്ള കാഴ്ച. അല്ല എന്താ മോളെ ആലോചിക്കുന്നേ? ഒന്നുമില്ല, അച്ഛനും അമ്മയും തമ്മിൽ കാണുന്നതിനെ കുറിച്ച് ആലോചിച്ചാ. അമ്മയുടെ മനസ്സിൽ ഇപ്പൊ നല്ല പ്രതീക്ഷകളൊക്കെയാ. കല്യാണമേ വേണ്ടെന്ന് വെച്ചിരുന്ന ആളല്ലേ എന്റെ അമ്മ. പക്ഷെ അമ്മയുടെ മനസ്സ് മാറ്റിയെടുത്ത ആരാന്നറിയാവോ? ഈ പറയുന്ന എന്റെ അച്ഛനാ. പിന്നീട് പ്രകാശം പറഞ്ഞു, അല്ല വിക്രത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ മോൾ, അതിനെക്കുറിച്ച് ചിന്തിച്ചോ? അതൊക്കെ ഞാൻ ഓക്കെ അല്ലേ അച്ഛാ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛനോട്, കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുന്ന കാര്യമൊക്കെ. കമ്പനി തുടങ്ങിയാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാ, വിക്രമായിരിക്കും അവിടുത്തെ MD. പിന്നെ 50-50 എല്ലാ വർഷവും അവസാനമാണ് വീതിക്കുന്നത്. പകുതി പൈസ വിക്രത്തിനും പകുതി പൈസ എനിക്കും, അങ്ങനെ മതി. അങ്ങനെ മുന്നോട്ട് പോകാനാ എനിക്ക് താല്പര്യം എന്ന് പറയാം. പിന്നെ അവനൊരു കല്യാണം കഴിപ്പിച്ച അവന് സുഖമായിട്ട് സെറ്റിലായി ജീവിക്കട്ടെ എന്ന് പറയാം. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, മോളുടെയും നല്ല മനസ്സുണ്ടല്ലോ, ഇത് ഒരിക്കലും ആർക്കും കണ്ടിരുന്ന് വയ്ക്കാൻ പറ്റില്ല. കാരണം മോൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിലയിലേക്ക് എത്തിയത്. ഇല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ എൻ്റെ നെഞ്ചും കൂടി തകർന്ന് ഞാൻ കിടന്നു പോയാനും. ഈ അവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റിയെന്ന് മോളാ. ഈ നന്ദിയും കടപ്പാടും ഒരിക്കലും ഞാൻ മറക്കില്ലെന്ന് പറയാം. കാര്യം പറഞ്ഞാൽ എനിക്ക് 2 പെൺമക്കളുണ്ട്, പക്ഷെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല. എന്നെ കാണുന്നേ അവർക്ക് ചതുർത്തിയാ. കാരണം എന്താ, അവര് ഭയങ്കര പണക്കാരൊക്കെ ആയിപ്പോയില്ലേ, ഞാൻ വെറും പാവപ്പെട്ടവനായില്ലേ, അതുകൊണ്ടാന്ന് പറയാം. ഇത് കേട്ടതും കാർത്തി പറഞ്ഞു, അയ്യോ അച്ഛാ അങ്ങനെയൊന്നും പറയരുത്. ദേ ഞാൻ കാണുന്നൊന്നുമല്ല, ഞാൻ വെറുതെ ഒരു നിമിത്തം മാത്രമാണ്. എൻ്റെ അച്ഛൻ്റെ ഒരു ഷേപ്പ് തോന്നി അച്ഛനെ കണ്ടപ്പം, അതുകൊണ്ടല്ലേ ഞാൻ അച്ഛനെ ഇങ്ങനെ അച്ഛാന്ന് വിളിച്ച് അച്ഛനെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുന്നേ. അപ്പൊ എൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് അച്ഛൻ കടന്നു പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അതാന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ നല്ല വിധം അങ്ങോട്ട് സോപ്പിട്ട് അങ്ങോട്ട് പതപ്പിക്കുകയാണ് അങ്ങോട്ട്. പ്രകാശൻ അതിലങ്ങോട്ട് വീണുപോയി. പിന്നീട് രൂപയുടെ ചന്ദ്രസേനന്റെ അടുത്തേക്ക് കിരണും കല്യാണിയും കൂടെ വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ പ്രകാശനല്ല ചന്ദ്രസേനൻ പറഞ്ഞു, അതെ കൊള്ളാലോ, നല്ലൊരു അംഗീകാരമൊക്കെ ആണല്ലോ മോൾക്ക് കിട്ടിയിരിക്കുന്നു പറയാം. രൂപ പറഞ്ഞു, അതെ അതെ, ചെറിയ കാര്യമൊന്നുമില്ല, ഒരു വലിയ കാര്യം തന്നെയാന്ന് പറയാം. എന്നിട്ട് എന്താ മോളുടെ മുഖം വല്ലാതിരിക്കണേന്ന് ചന്ദ്രസേനൻ ചോദിക്കുക. അത് പിന്നെ എല്ലാരെയും വിട്ടുപോകാനുള്ളൊരു വിഷമം. കിരൺ പറഞ്ഞു, എന്റെ പൊന്നോ, ഇത് അറിഞ്ഞപ്പോ മുതലുള്ള സങ്കടമാ. കാരണം നല്ലൊരു അംഗീകാരമൊക്കെയാ, പക്ഷെ ഇവൾക്ക് പോകാൻ മടി. കല്ലുമോനെ എന്നെയൊക്കെ ഇട്ടിട്ട് പോകണം എന്ന് ഓർത്തിട്ട്. പെട്ടെന്ന് ചന്ദ്രസേനൻ പറഞ്ഞു, കൊള്ളാം, ആരോടാ ഇതൊക്കെ പറയാം? ഞങ്ങളോടാ. ഒരു ജന്മം മുഴുവൻ അകന്നു കഴിഞ്ഞാൽ ഞങ്ങള്, അതിന്റെ വേദന എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇതിപ്പോ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും രൂപ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, ഇവരെന്ന് പറയുമ്പോ ഇന്ന് വരെ അകന്ന് കഴിഞ്ഞിട്ടില്ലോ ചന്ദ്രേട്ട, അതാന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അല്ല കല്ലുമോന് വിഷമങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു കുഴപ്പമില്ലെന്ന് പറയണം. കിരണിനോട് കാര്യം ചെയ്യാം, നീ ഇവിടെ വന്ന് നിൽക്കുക, ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുക, കല്ലുമോനെ കൊണ്ടുവരേ, അല്ലെങ്കിൽ പിന്നെ ദീപേനെ കൂടെ കൂടുതൽ കൊണ്ടുവരേ. കല്ലുമോന്റെ കാര്യം നോക്കാനും അവനാണെങ്കിൽ ദീപെന്ന് വെച്ച് ജീവനാണല്ലോ. കിരമ ശരി ആലോചിക്കാമേ, ഒരാഴ്ചത്തെ സമയമല്ലേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ നിൽക്കാന്ന് പറയാം.
രൂപ കല്യാണം പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ. കല്ലുമോന്റെ കിരണ്ടൻ കാര്യത്തിൽ യാതൊരു ഒരു ടെൻഷനും വേണ്ട. അവര് സേഫ് ആയിരിക്കും. ഞങ്ങളൊക്കെ ഇല്ലേ, ഒരു തരത്തിലുള്ള വേദനകളും വിഷമങ്ങളും ഒന്നും അവർക്കുണ്ടാകത്തില്ലെന്ന് പറയാം. ചന്ദ്രസേനൻ പറഞ്ഞു, മോള് നന്നായിട്ട് പോയി ആ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വാ. ഈ സമയം കിരൺ പറഞ്ഞു, ഇവളിപ്പോ ഇന്റർനാഷണൽ ഫിഗർ ആയിപ്പോയില്ലേ, എല്ലാത്തടത്തും ഇവൾക്ക് പേരും പ്രശസ്തി ആയി തുടങ്ങിയെന്ന് പറയാം. രൂപ പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ മോനെ. കാരണം വീടിന്റെ അകത്തളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം കല്യാണി. പശു തൊഴുത്തിലായിട്ടായിരുന്നു ജീവിതം. പക്ഷെ ഈ നിലയിലെത്തുന്ന ഇവളുടെ അച്ഛനായ പ്രകാശം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലെന്ന് പറയാം. കിരൺ പറയാം, അത് ശരിയാ. ഇതിനെല്ലാം കാരണക്കാരൻ കിരണേട്ടനാ. കിരണേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്നോണ്ടാ എനിക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്ന് പെട്ടെന്നല്ല കല്യാണി കിരണോട് പറയാം. കിരൺ പറഞ്ഞ, അതെ, എന്നെ അധികം അങ്ങോട്ട് പൊഴുത്തി പറയൊന്നും വേണ്ടാന്ന് പറയാ. പിന്നീട് അങ്ങനെ അവര് സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് മനോഹർ സരുവിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ സരുവിനോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. സരുവിന് വെച്ചു, എന്താ മനുവേണ്ട മുഖം വല്ലായിരിക്കണേ? ഒന്നുമില്ല, വേദനയുണ്ടോന്ന് ചോദിക്കും. നല്ല പെയിൻ ഉണ്ടെന്ന് പറയണം, ബാക്ക് പെയിന്. എന്ത് സമയത്താണോ എന്തോ അങ്ങോട്ട് ഹോട്ടലിലേക്ക് പോകാൻ തോന്നിയത്. വേണ്ടായിരുന്നു, അവിടെ പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അത് താഴെ വന്നിട്ട് പിന്നെ ആ വാഷ്റൂമിലേക്ക് കയറി പോകണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ആ കള്ളൻ വന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഒരു കാര്യം ചെയ്യാം, നാളെ പോയി നമുക്ക് തിരുമിക്കാന്ന് പറയാം. ഇത് കേട്ടത് മനോഹർ പറഞ്ഞു, വേണ്ട മോളൂ, തിരുമിക്കാനൊന്നും പോണ്ട, ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുളിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇതുള്ളൂ. നാളെ കേട്ടോ, കുഴപ്പമില്ല, വേദനയുണ്ടെങ്കിൽ ഞാൻ ബാം പുരട്ടി തരാമെന്ന് പറയണം. കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹറിന്റെ ഫോൺ ബെല്ലടിച്ച് പെട്ടെന്ന് സരി പറഞ്ഞു, ഇത് ഫോൺ ഞാൻ എടുക്കാന്ന് പറയണം. വേണ്ട മോളൂ, മോളുവിന് ബുദ്ധിമുട്ടാവില്ലേ, ഞാൻ എടുത്തോളാന്ന് പറയണം. വേണ്ട, ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് നോക്കും. ഇതാരാ? നാഷ് കൊറിയ. നാഷാണോ? അയ്യോ, എന്റെ ബിസിനസ് പാർട്ണർ അവിടെയുള്ള, എന്റെ ദൈവമേ, അവനാണോ? ഇങ്ങനെ തന്നേ മോളൂ എന്ന് പറഞ്ഞ് ഫോൺ മേടിക്കണം. അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാ. കാരണം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. കാരണം കോൾ എടുത്തില്ലേ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് കോൾ എടുക്കാന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കുക. ഈ സമയം വീണ്ടും നിഷ വിളിച്ചോണ്ടിരിക്കുന്നത്. നിഷയ്ക്ക് ആ ടെൻഷൻ, മനോഹറിനെ വിളിക്കാതെ കിടന്നുറങ്ങാനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് നിഷ വിളിച്ചോണ്ടിരിക്കുന്നത്. വീണ്ടും വിളിച്ചിട്ട് കോൾ എടുത്തിട്ട്, ഇത് എന്ത് പറ്റി? രോഹിയേട്ടൻ കോൾ എടുക്കാത്ത എന്താ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇനി അവിടെ? ആ ഒരു ടെൻഷനൊക്കെ നിഷയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഈ സമയം സരി പറഞ്ഞു, അല്ല എന്താ മനുവേട്ടൻ കോൾ എടുക്കാത്ത? കോൾ എടുക്കാൻ പറയണം. അതെ, ആ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യാം, മോൾ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയണേ, സംസാരിക്കാനിരിക്കാൻ പറ്റില്ലല്ലോ, ബിസിനസ് പാർട്ണർ ആയി പോയില്ലേ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് അറിയാവോ? കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ വന്നേക്കാം, മോള് കിടന്നോളാൻ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് താഴെ രാഹുൽ നിൽക്കുന്നുണ്ട്. ഇയാൾക്ക് തന്നെ ഒരു ഉറക്കോ ഇല്ലേ ഭഗവാനെ, ഇയാളുടെ കണ്ണു ഓടിച്ച് എങ്ങനെയും വിളിച്ചാൽ മതിയാവുള്ളൂ. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ചോദിച്ചു, അല്ല എന്തു പറ്റി അമ്മായിച്ച? മുറിയുന്ന പുറത്താക്കി ആന്റീന്ന് ചോദിക്കാം. ആ നീ എന്തിനാ അറിയുന്നേ? അല്ല കയ്യിൽ പോയി നോക്കുമ്പോൾ മുറിയുന്ന പുറത്താക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാം. അല്ല നീ എങ്ങോട്ടായി രാത്രിയില്? ഞാൻ ഒന്ന് ഫോൺ വിളിക്കാൻ ഇറങ്ങിയതാ. ഫോൺ വിളിക്കാനോ? ഈ സമയത്ത് ഫോൺ ബെല്ലടിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നാഷ് കൊറിയ. എടാ ഇതാരടാ നാഷ്? അതോ? എടാ അല്ല, അതാണ് നിഷ, മനസ്സിലായോ? നിഷയാണല്ലേ. ഞാനത് ഷോർട്ട് ഫോമിൽ ഇങ്ങനെ ഇട്ടേക്കുക. കാരണം സരിവ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് സംശയം തോന്നരുതല്ലോ. അപ്പൊ ഒരിടത്ത് അവളും ഒരിടത്ത് ഇവളും. നീ കൊള്ളാലോടാന്ന് പറയണം. പിന്നെ എന്താ അമ്മായിച്ചൻ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയണം. രാഹുലോട്, എടാ നീ ശാരിയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു ചോദിക്കും. എന്ത് പറയാനായിട്ട്? അവളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, പന്തികാടുണ്ടെന്ന് പറയാം. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന് പറയണം. എനിക്ക് നല്ല സംശയമുണ്ട്, എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരെന്ന് പറയാം. എന്റെ അമ്മായിച്ച, ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറയില്ല എന്ന് പറയണം. ഈ സമയം വീണ്ടും നിഷ വിളിച്ചോണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യാം എന്റെ അമ്മായിച്ചൻ, ഇവളുടെ കോൾ എടുത്തിട്ട് പറ, രോഹിയേട്ടൻ ഇവിടെ ഭയങ്കര തിരക്കിലാന്ന് പറ. എന്തെങ്കിലും കള്ളങ്ങൾ തട്ടിവിടാൻ പറയും. ഞാനോ? പിന്നല്ല ഞാൻ പറയണോ? ഒരു പക്ഷേങ്കിൽ എന്റെ പറയാൻ നിങ്ങളും കൂടെ അങ്ങോട്ട് ബോംബെക്ക് വന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വാസമാവെന്ന് പറയാം. ഞാൻ പറയത്തൊന്നുമില്ല, മര്യാദയ്ക്ക് പറഞ്ഞു. നിങ്ങളുടെ മോളുടെ ജീവൻ എന്റെ കയ്യിലായിരിക്കും അറിയാലോ. എന്താ സംഭവിക്കാൻ പോകുന്നത്? അതുകൊണ്ട് കൂടുതൽ നിന്ന് എന്നോട് ചോദ്യം ചെയ്യാൻ പറ്റണ്ട, അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാം. അവസാനം മനോഹറിന്റെ ഭീഷണിക്ക് രാഹുൽ വഴങ്ങുവാണ്. രാഹുല് കോൾ എടുത്തിട്ട്, ആ മോളെ പറഞ്ഞോളാൻ പറയണ. അല്ല രോഹിയേട്ടൻ എന്തി അങ്കിളെന്ന് ചോദിക്കാണ്. അല്ല ഞാൻ ആരെന്ന് മനസ്സിലായോ? ഇല്ല, ഞാൻ രാഹുൽ അന്ന് വന്നേ. മനസ്സിലായി രാഹുൽ അങ്കിളാണോ? അതെ, രോഹിയേട്ടനൊന്ന് ഫോൺ കൊടുക്കാന്ന് ചോദിക്കും. അപ്പം ഭയങ്കര തിരക്കില്ല. അവനെ എല്ലാരും കൂടി ഇട്ട് പൊരിച്ചോണ്ടിരിക്കുക. എന്തിന്? അല്ല കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറഞ്ഞില്ല, ഈ സമയത്ത് പോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട നിഷയ്ക്ക് ഭയങ്കര സങ്കടമായി. അയ്യോ, ഞാൻ കാരണമല്ലേ, ഞാൻ രോഹിയേട്ടന്റെ സൗണ്ട് ഒന്ന് കേട്ട് കിടന്ന് ഉറങ്ങാന്നോർത്ത് വിളിച്ചതായിരുന്നു. സോറി അങ്കിളെ, ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. പാവൻ രോഹിയേട്ടന് ഞാൻ കാരണം ബുദ്ധിമുട്ടായില്ലേന്ന് ചോദിക്കേ. അതൊന്നുമില്ല, കുഴപ്പമില്ല, മോള് വെച്ചാളാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് മനോഹരോട് എങ്ങനെ സാധിക്കുന്നതാ അത്? എടാ എന്തൊരു ചതിയനാടാ നീ,
ആ പെങ്കൊച്ചിനെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുവല്ലേ. ഇത് കേട്ടതും മനോഹർ പറഞ്ഞു, നിങ്ങൾ ചതിക്കുന്നത്ര ചതി ഞാൻ ആരോടും ചെയ്തിട്ടില്ലെന്ന് പറയാണ്. നിങ്ങൾ അതിനേക്കാളും വലിയ കാര്യങ്ങളെ ചെയ്തിക്കുന്ന ചോദിക്കുക. എടാ നിന്നെ ഉണ്ടല്ലോ, ഞാൻ ഒന്നും പറയാനൊന്നും പോണ്ട. അതെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആദ്യം ഞാൻ നിങ്ങളുടെ മകളെ ഇപ്പൊ പോയി ഒന്ന് ഉറക്കിയിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ അവളെ വിളിച്ചോളാം എന്ന് പറയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോവാണ്. ഇത് കേട്ടവൻ രാഹുൽ ആപ്പാടെ സമനില തെറ്റിയ പോലെ നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.